നമസ്കാരം. സോക്രട്ടീസിനെ അവസാനമായൊരു നോക്ക് കാണാൻ സോക്രട്ടീസിൻ്റെ ഭാര്യ സാന്തപ്പ സോക്രട്ടീസിനെ പാർപ്പിച്ചിരിക്കുന്ന തടവറയിലേക്ക് ചെല്ലുന്നൊരു സീനുണ്ട്. നമ്മുടെ മനസ്സിൽ നിന്ന് അത് പെട്ടെന്നൊന്നും പോവില്ല. വിറയ്ക്കുന്ന കാലുകളോടുകൂടിയാണ് സാന്തപ്പ സോക്രട്ടീസിനെ കാണാൻ എത്തുന്നത്. സാന്തപ്പയ്ക്കറിയാം നാളെ സോക്രട്ടീസ് വിഷം കുടിച്ച് മരിക്കും. പിന്നെ ഒരിക്കലും തനിക്ക് സോക്രട്ടീസിനെ കാണാനാവില്ല. ആ പൂർണ്ണമായ ബോധ്യത്തോടു കൂടിയാണ് അവസാനമായി ഒരു വട്ടം കൂടി കാണാൻ സാന്തപ്പ സോക്രട്ടീസിൻ്റെ മുമ്പിലേക്ക് എത്തുന്നത്. തൊഴുകയോടെ നിറകണ്ണുകളോട് സോക്രട്ടീസിൻ്റെ മുമ്പിൽ നിന്ന് കരഞ്ഞുകൊണ്ട് സാന്തപ്പ പറയും, അങ്ങയോട് പൊറുക്കണം, എനിക്ക് മാപ്പ് തരണം. അങ്ങയെ സ്നേഹിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. അങ്ങയോട് ജീവിതത്തിൽ എന്നും ഞാൻ കലഹിക്കുകയായിരുന്നു. അതുകൊണ്ട് എന്നോട് മാപ്പാക്കണം. ഇത് കേട്ട് അക്ഷോഭ്യനായി തികച്ചും ശാന്തനായി സോക്രട്ടീസ് പറയും, സാന്തപ്പ, നീ എന്നോട് കള്ളം പറയുകയാണ്. എന്നെ സ്നേഹിച്ചിട്ടില്ലെന്ന് നീ എന്നോട് കള്ളം പറയുകയാണ്. നിനക്ക് കിട്ടേണ്ട സ്നേഹം അല്ലെങ്കിൽ നീ അർഹിക്കുന്ന സ്നേഹം ഞാൻ ഒരിക്കലും നിനക്ക് തന്നിട്ടില്ല. അല്ലെങ്കിൽ നിനക്ക് കിട്ടേണ്ട സ്നേഹം ഞാൻ ഒരുപാട് പേർക്കായി പകുത്തു നൽകി. ആ തോന്നലാണ് നിന്നെ എൻ്റെ മുൻപിൽ ഒരു കലഹക്കാരിയാക്കിയത്. സ്നേഹ കൂടുതൽ കൊണ്ടാണ് നീ എന്നോട് കലഹിച്ചത് എന്ന് ഞാനിപ്പോൾ തിരിച്ചറിയുന്നു. അതുകൊണ്ട് സാന്തപ്പ, നീയാണ് എന്നോട് പൊറുക്കേണ്ടത്, നീയാണ് മാപ്പാക്കേണ്ടത്, നീയാണ് എന്നോട് ക്ഷമിക്കേണ്ടത്. ഇത് കേട്ടതും സാന്തപ്പ നിലത്ത് കിടന്നുരുണ്ട് തലയിട്ടടിച്ച് കരയുകയാണ്. സോക്രട്ടീസിൻ്റെ കാലുകളിൽ മുറുക്കെ പിടിച്ച് പൊട്ടി കരയുകയാണ്. ഇത് ഒരു വലിയ തിരിച്ചറിവാണ്. ഈ കലഹമുണ്ടാവുന്നത് പലപ്പോഴും സ്നേഹക്കുറവ് കൊണ്ടും മാത്രമല്ല, സ്നേഹ കൂടുതൽ കൊണ്ടും കലഹമുണ്ടാവും. തിരക്കുകൊണ്ട് നമ്മൾ മാറ്റിവെക്കുന്ന നമുക്കേറെ പ്രിയപ്പെട്ട പലതും, നമ്മൾ തിരിച്ചെടുക്കാമെന്ന് കരുതി മാറ്റിവെക്കുന്ന ഏറെ പ്രിയപ്പെട്ട പലതും പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത രീതിയിൽ നമ്മളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടാവും. ആ തിരിച്ചറിവാണ് നമുക്കുണ്ടാവേണ്ടത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, സോക്രട്ടീസിന് മുൻപിൽ സാന്തപ്പയ്ക്ക് കിട്ടിയതുപോലെ, അല്ലെങ്കിൽ സാന്തപ്പയ്ക്ക് മുൻപിൽ സോക്രട്ടീസിന് കിട്ടിയതുപോലൊരു അവസരം എല്ലാവർക്കും എല്ലായ്പ്പോഴും കിട്ടണമെന്നില്ല. താങ്ക് യു.